ഹായ്. അങ്ങനെ 6 മാസത്തിന് ശേഷം എൻ്റെ മുത്തുമണികളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. അവളുടെ യാത്രയയപ്പാണ് ഈ കാണുന്നത്. അവളുടെ ഉപ്പച്ചി ആവശ്യം പോലെ മുത്ത് നൽകി അവളെ യാത്ര അയക്കുകയാണ്. വണ്ടി നിറയെ ലഗേജാണ്. ഫ്രണ്ട് വരെ നിറഞ്ഞു, ബാക്ക് ഓൾറെഡി ഫുൾ ഫില്ലായി. അവരുടെ കളിപ്പാട്ടവും തുണികളും പാമ്പേഴ്സും എല്ലാം കൂടെ ഉണ്ട്. അവളും മക്കളും പോകുന്നത് അറിഞ്ഞ് അവളെ വീട്ടിനടുത്തുള്ള ബന്ധുക്കളൊക്കെ വന്നു. വൈഫിൻ്റെ അമ്മക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അവരെ വിട്ടു പോകുന്നതിൽ. 6 മാസത്തോളം അവിടെ നിന്നതല്ലേ. അങ്ങനെ ഞാനും വൈഫും എൻ്റെ മക്കളും കൂടി കാറിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ്. ഇതെങ്ങനെ നമ്മൾ വന്നത്, ഐസായ സീറ്റിൽ കിടത്തി അസ്രായ അവളുടെ കയ്യിൽ വെച്ചു. ഇത്രയും നാളും വല്ലപ്പോഴും ഉറക്കം കഴിച്ചാൽ മതിയായിരുന്നു, ഇതൊരു ഡെയിലി ഉറക്കം എണീക്കേണ്ടി വരും. അങ്ങനെ ഇതാ നമ്മുടെ വീടെത്തി. ഉമ്മയപ്പയും കൂടി കല്യാണ ഉറപ്പിപ്പിന് പോയതുകൊണ്ട് നമ്മളെ സ്വീകരിക്കാൻ അവിടെ ആരും ഇല്ലായിരുന്നു. ഇതിനിടയ്ക്ക് 2-3 തവണ ഞാൻ അവിടെ കൊണ്ടുവന്നായിരുന്നു പോയ മക്കളെയും വൈഫിനെയും. അന്ന് സ്റ്റേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വീടിനകത്തേക്ക് ഐശ്വര്യമായിട്ട് കയറുകയാണ്. പിന്നെ വൈഫും ഏകദേശം പ്രഗ്നൻ്റ് ആയെന്ന് അറിഞ്ഞപ്പോഴേ അവളെ വീട്ടിലാക്കിയായിരുന്നു. അതിനുശേഷം ഇടയ്ക്ക് ഒരാഴ്ച 7 മാസം ചടങ്ങിന് വേണ്ടി മാത്രം വീട്ടിൽ വന്നത്. ഉമ്മയപ്പയും കൂടി ഊഞ്ഞാൽ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് വന്നുകൊണ്ട് കിടത്താൻ പറ്റി. പിന്നീടുള്ള ഈ ചടങ്ങാണ് എൻ്റെ ഉപ്പാട് വന്ന് അൺലോഡ് ചെയ്യാൻ വേണ്ടി. കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ടി വന്നു. പിന്നെ റൂമെല്ലാം ഒന്ന് അടുക്കി വയ്ക്കേണ്ടി വന്നു, സാധനങ്ങളെല്ലാം. ആ സമയം അസ്രായും ഐസായും ഉറക്കമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.